ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷിത വേദന കൊണ്ട് പൊളയാണ്. ആദ്യം ചിപ്പി എന്തെയാണെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. മഹേഷിനെ വിളിച്ചിട്ടാണ് കിട്ടുന്നുമില്ല. അവസാനം ആദ്യം ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ആംബുലൻസ് പറഞ്ഞു വിടാനായിട്ട് പറഞ്ഞു. പക്ഷേ ഇവിടെ താഴെ എത്തിക്കണമല്ലോ. പക്ഷേ ഇഷിതയ്ക്ക് എഴുന്നേക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. ചിപ്പിമോളുമാണ് കരച്ചിൽ തുടങ്ങി. ആദ്യം വല്ല വിധേനയും ഇവിടെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കുകയാണ്. എനിക്ക് പറ്റുന്നില്ല മോളെ, എനിക്ക് പറ്റുന്നില്ല മക്കളെ. ഇഷിതാമ്മ അങ്ങനെ പറയല്ലേ, പതുക്കെ നടക്ക്. ചിപ്പിയും കരച്ചിൽ ആദ്യമായിട്ട് അമ്മ എന്നും പറഞ്ഞ്. നീ ആംബുലൻസ് വരുമ്പോൾ അമ്മയെ താഴെ എത്തിക്കണം, നീ അമ്മയെ പിടിക്കുക. അങ്ങനെ രണ്ടുപേരെയും ഇഷിതയെ പിടിച്ച് താഴെ എത്തിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് അമ്പലത്തിൽ പൂജയ്ക്കിടെ പ്രസാദം അങ്ങനെ എന്തോ വെക്കാനായിട്ട് കാറിനടുത്തേക്ക് വന്നതാണ് മഹേഷ്. ഇവരുടെ പ്രാർത്ഥന ഇതുവരെ കഴിഞ്ഞില്ലേ? അങ്ങനെ കോൾ എടുത്ത് നോക്കി ഫോൺ എടുത്തു സ്വിച്ച് ഓൺ ആക്കിയപ്പാടി ഡോക്ടർ ദേവിക വിളിക്കുകയാണ്. ഡോക്ടർ ദേവികയാണല്ലോ. മഹേഷ് ഇത് എവിടെയാ? എത്ര നേരമായി ഞാൻ ഫോണിൽ ട്രൈ ചെയ്യുന്നു. ഇഷിതയ്ക്ക് പെയിൻ തുടങ്ങി. കുട്ടികൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ഡേറ്റായ വൈഫിനെ വീട്ടിൽ തനിച്ചാക്കി ദൈവത്തെ കണ്ടിട്ട് എന്ത് കാര്യം? മഹേഷ് വേഗം ഹോസ്പിറ്റലിലേക്ക് വാ. മാഡം എന്താ ഇഷിതയുടെ അവസ്ഥ? ഡെലിവറിയുടെ പെയിനാണ്. ഇഷിത ലേബർ റൂമിൽ പുറത്ത് എട്ടും പൊട്ടും തിരിയാത്ത രണ്ട് കുട്ടികളും. മഹേഷ് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. എന്തായാലും മഹേഷ് അച്ഛനെ വിളിച്ച് വിവരം പറഞ്ഞതിന് ശേഷം നേരെ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു പോവുകയാണ്. ഇതേ സമയം മഞ്ജിമ റെസ്റ്റോറൻറ്റിലെത്തി അജിത്തിനെ കാണുന്നുണ്ട് കേട്ടോ. ഇതെന്ത് പറ്റി താമസിച്ചത്? ഞാൻ എത്ര ഓടിയോ എവിടെ എത്തിയെന്നറിയോ? മഞ്ജിമ പിണങ്ങി പിരിഞ്ഞ് പോയതല്ലേ, പിണക്കം മാറ്റിയെടുക്കാമെന്ന് കരുതി ഓടിയതാ. താൻ അതേ പിടിച്ച് തൂങ്ങല്ലേ എന്ന് പറഞ്ഞു. ഞാനേ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പറയാം. അത് കേട്ടിട്ട് മഞ്ജിമ നമുക്കുടെ റിലേഷൻ തുടർന്ന് പോകാൻ പറ്റുമെങ്കിൽ സമ്മതം പറ, അല്ലെങ്കിൽ നമുക്ക് പിരിയാം. മഞ്ജിമയ്ക്ക് ബ്രേക്കപ്പ് പറയാം. അതാണ് മഞ്ജിമ ആഗ്രഹിക്കുന്നതെങ്കിൽ ഹൃദയവേദനയോടെ ഞാനത് സ്വീകരിക്കാം എന്നൊക്കെ അജിത്ത് പറയാണ്. അതല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല മഞ്ജിമ. ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടങ്ങൾ പലപ്പോഴും വേദനയിൽ മാത്രമല്ലേ കലാശിക്കാറുള്ളൂ. മഞ്ജിമയ്ക്ക് വേദനയൊന്നും അനുഭവപ്പെടില്ല. കാരണം ഒരു പുരുഷൻ്റെ കൂടെ കുറച്ചു കാലം ജീവിച്ചവൾ തന്നെയല്ലേ മഞ്ജിമ. എൻ്റെ കാര്യം അങ്ങനെയല്ല. ഞാൻ ആദ്യമായിട്ടാണ് നിന്നെപ്പോലെ ഒരു പെണ്ണിനെ പ്രണയിക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ പ്രാരാബ്ധങ്ങൾ കാരണം എനിക്കതിനൊന്നും കഴിഞ്ഞിരുന്നില്ല മഞ്ജിമ. ഈ നാട്ടിലെ ജോലിക്ക് വന്നൊന്ന് പച്ച പിടിച്ചപ്പോഴാണ് മഞ്ജിമയെ പരിചയപ്പെട്ടതും ഇഷ്ടപ്പെട്ടതും. അജിത്ത് കാര്യം പറ. ഒന്നിച്ച് ജീവിക്കണമെന്ന് നമ്മളെടുത്ത തീരുമാനമല്ലേ. അതിൽ നിന്ന് ഒരിക്കലും ഞാൻ പിന്നോട്ട് പോവില്ല. മഞ്ജിമയ്ക്ക് സന്തോഷമായിട്ടോ, പക്ഷേ സന്തോഷം മുഖത്ത് കാണിച്ചില്ല. മഞ്ജിമയ്ക്ക് എന്താ വേണ്ടത്? ഒരു 2 വാനില പറയട്ടെ? അങ്ങനെ 2 വാനില ഐസ്ക്രീമൊക്കെ പറഞ്ഞു. ഉടൻ വിവാഹം എന്ന ബോറൻ ചിന്താഗതി ഒന്നും മാറ്റിവെക്കും മഞ്ജിമ. നമുക്ക് ലിവിങ് ടുഗദറായിട്ട് കഴിയാം. ഇപ്പോഴതൊക്കെ സാധാരണ സംഭവങ്ങളല്ലേ. എൻ്റെ 3 സുഹൃത്തുക്കൾ ലൈഫ് അങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. അവരിടയ്ക്കിടയ്ക്ക് ടൂറ് പോകുന്നു, നല്ല ഹോട്ടലിൽ ഒരുമിച്ച് താമസിക്കുന്നു. എല്ലാവരും ഹാപ്പി. നമ്മളും ആ വഴിക്ക് ചിന്തിക്കണം. അജിത്ത് അത് ഒരു വിവാഹം എന്ന് പറയുന്നത് മഞ്ജിമയ്ക്ക് രജിസ്റ്റർ മാരേജ് പോലും ചെയ്യാനായിട്ട് മഞ്ജിമയ്ക്ക് പറ്റില്ലല്ലോ. ഡിവോഴ്സ് കഴിയാതെ വിവാഹം കഴിക്കുന്നത് എങ്ങനെയാ? ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ക്ഷേത്രത്തിൽ പോയൊരു താലി കെട്ടാം, ഒരുമിച്ച് ജീവിക്കാൻ അതുപോലെ. അയാൾ തിരിച്ചു വരുമ്പോൾ ഡിവോഴ്സ് മേടിക്കത്തില്ലേ? അങ്ങനെ ഒരു താലി കെട്ട് കഴിഞ്ഞാൽ മഞ്ജിമയുടെ ആളുകൾ അത് അംഗീകരിക്കുകയോ? ഒരിക്കലും അത് അംഗീകരിക്കില്ല. മഞ്ജിമയുടെ ഭർത്താവിൻ്റെ ആൾക്കാർ മഞ്ജിമയെ നാണം കെടുത്തും. ഡിവോഴ്സ് ചെയ്യാതെ നമുക്കൊരു കുഞ്ഞുണ്ടായാൽ ഭാവിയെ പോലും അത് വിഷയമാകില്ലേ എന്നൊക്കെ അജിത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്. അജിത്ത് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായി മഞ്ജിമയ്ക്ക്. അപ്പോഴേക്കും ഐസ്ക്രീമും വന്നു കേട്ടോ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് അവർ സംസാരിക്കാം. നമ്മൾ അതുവരെ കാത്തിരിക്കാം, ആസ്വദിച്ച് നമുക്ക് ജീവിക്കാം. അതിന് ഞാൻ പറഞ്ഞ വഴി മാത്രമേ ഉള്ളൂ. അല്ല, ഈ ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് ഒരു വീട്ടിലാണോ? അതിന് വീടെന്തിനാ? നമുക്ക് രഹസ്യമായിട്ട് കൊണ്ടുപോകാം. നമുക്ക് സന്ധിക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ഒത്തുകൂടിയേ പോരെ? അതിന് വേണ്ട സ്ഥലമൊക്കെ ഞാൻ കണ്ടെത്തി തരാം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്. അവർ രാവിലെ ജോലിക്ക് പോവും. 6 മണി കഴിഞ്ഞ് അവർ വരത്തുള്ളൂ. നമുക്കവിടെ ചെന്ന് അവരുടെ ഫ്ലാറ്റിൽ പകൽ കഴിയാം. നമ്മുടെ കാര്യങ്ങൾ അവരോട് പറയേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. സ്നേഹിച്ചൊന്നായവരെ അവർ രണ്ടുപേരും. ഇനി മഞ്ജിമ ബ്രേക്കപ്പ് ആയാൽ മഞ്ജിമയെ കാത്തിരിക്കുന്നത് ഇതിലും വലിയ വിരസമായ ജീവിതമായിരിക്കും. എൻ്റെയും അങ്ങനെ തന്നെ. മഞ്ജിമയുടെ സ്വരം ഒരു ദിവസം പോലും കേൾക്കാതെ എൻ്റെ ദിവസം അത് നല്ലതാവില്ല. നമ്മുടെ സ്നേഹബന്ധം അവസാനിപ്പിക്കരുത് മഞ്ജിമ, പ്ലീസ് എന്നൊക്കെ അജിത്ത് പറയാണ്. ആ സമയത്ത് മഞ്ജിമയ്ക്കൊരു കോൾ വരിക. അമ്മയാണ് വിളിക്കുന്നത്. അവർ ദൂരെ ഏതോ ക്ഷേത്രത്തിൽ പോയിരിക്കുക. അവിടെ കിടന്ന് വിളിക്കട്ടെ അല്ലേ? കോള് എന്നാലും എടുക്ക്. എന്താണെന്ന് ചോദിക്കുക. പെട്ടെന്ന് സ്വപ്നവലി കോളെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നീ എവിടെയാടീന്ന് ചോദിച്ചു. അമ്മ എന്തിനാ ചൂടായി സംസാരിക്കുന്നത്? നീ വീട്ടിലോ ഹോസ്പിറ്റലിലോ? അത് പറ. ഹോസ്പിറ്റലിലോ?
ഞാനെന്തിനാ ഹോസ്പിറ്റലിൽ പോകണം? എടി ദുഷ്ടേ, നീ വീട്ടിലുണ്ടെന്ന് കരുതിയല്ലേടി ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയത്? പിന്നാലെ അണിഞ്ഞൊരുങ്ങി നീയും ഇറങ്ങിയല്ലേടി? എന്താ അമ്മേ കാര്യം പറ. എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, എനിക്ക് ജീവിക്കാൻ ഞാനൊരു വഴി നോക്കണ്ടേ? ഇൻ്റർവ്യൂ സ്ഥലത്ത് ഇരിക്കുക ഞാൻ. അമ്മ എന്തിനാ വിളിച്ചതെന്ന് പറ. ഇനി നിന്നോട് ഞാൻ എന്ത് പറയാനാ? ഇനി എവിടെങ്കിലും പോയി തോലയാ എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ. ഓ അമ്മ, എൻ്റെ വീട്ടിലെ അവസ്ഥ ഇതാണ്. മോളോട് പറയാ പോയി തൊലയാൻ. അല്ല ഹോസ്പിറ്റലിൽ എന്താന്ന് പറ. ആ അവിടെ ഒരു ഗർഭിണിയുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ? ഓ മഞ്ജുമേടെ അനിയൻ്റെ ഭാര്യയല്ലേ? ആ അത് തന്നെ. അവൾക്ക് ഇത് സ്ഥിരം അടവാ. എല്ലാവരുടെയും ശ്രദ്ധ കിട്ടാൻ വേദന ഭാവിച്ച് അനുഭവിക്കും. ഞാനവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവൾ എനിക്കിട്ടൊരു പണി തന്നതാന്നേ എന്ന് മഞ്ജിമ പറഞ്ഞു. അപ്പോഴേക്കും അജിത് മഞ്ജിമയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് നീ വിഷമിക്കൊന്നും വേണ്ട, നിനക്ക് ഞാനുണ്ട് എന്നൊക്കെ പറയാണ്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ കുറച്ചു കാലം മുന്നോട്ട് പോയാൽ പോരെ? അജിത്ത് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ത് പറയാനാ? എനിക്ക് അജിത്തിനെ മറക്കാനായിട്ട് പറ്റുന്നില്ല. എന്നെ അജിത്ത് അങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചില്ലേ, പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ മഞ്ജിമ ചോദിച്ചു. ആ മഞ്ജിമ അന്നത്തെ പോലെ പോയിരുന്നെങ്കിൽ എൻ്റെ കൺട്രോൾ തന്നെ കൈവിട്ട് പോയേനെ എന്നൊക്കെ അജിത്ത് പറയാണ്. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. പരസ്പരം ഐസ്ക്രീം അങ്ങോട്ടും ഇങ്ങോട്ടും കോരി കൊടുക്കുന്നു, ഒന്നും മണയണ്ട. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഞ്ജിമ രചനയെ ഫോൺ ചെയ്യുന്നതാണ് കേട്ടോ. കുറേ നാളായല്ലോ മഞ്ജിമ വിളിച്ചിട്ട് എന്ന് രചന ചോദിച്ചപ്പം അതിന് കാര്യമൊന്നും ഉണ്ടായില്ലായിരുന്നു, അതുകൊണ്ട് വിളിച്ചില്ല. അപ്പോൾ ഇപ്പം എന്ത് കാര്യം ഉണ്ടായത്? ഇഷിതേ ലേബർ റൂമിലാണ്, ലേബർ റൂമിൽ. ആ അതിന് ഡേറ്റ് ആയോ അവൾക്ക്? ഇനിയും 4 ദിവസമില്ലേ? ഓ അതൊക്കെ വലിയ കാര്യമാണോ? വീട്ടിൽ ആ 2 പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പുറത്താ. പിള്ളേരെ അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അച്ഛനമ്മമാരെയും കൂട്ടി മഹേഷ് ഏതോ ക്ഷേത്രത്തിൽ അവൾക്ക് വേണ്ടി പൂജ നടത്താൻ പോയിരിക്കുക. അപ്പോഴേക്ക് ആകാശ് അങ്ങോട്ടേക്ക് വന്നു. എന്തു പറ്റി മഹേഷിന്? കൊച്ചുണ്ടായോ? കുട്ടിയാണോ പെണ്ണോ? ആ രണ്ടായിട്ടും കാര്യമില്ല, അതിൻ്റെ വിധിയൊക്കെ എന്നേ നിശ്ചയിച്ചതാ. അപ്പോഴേക്കും രചന പറഞ്ഞു, നീ അറിഞ്ഞ കാര്യങ്ങൾ പറ. ഡെലിവറി നടന്നോ? ഇല്ല, കാര്യങ്ങൾ അത്ര സുഖത്തിലല്ലെന്നാണ് അറിഞ്ഞത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് അമ്മ പറഞ്ഞു കേട്ടത്. കുഞ്ഞ് കിടക്കുന്ന പൊസിഷൻ ശരിയല്ല എന്ന്. ആണോ? ഓ മഹേഷ് വീട്ടുകാർ ക്ഷേത്രത്തിൽ പോയി എന്നല്ലേ പറഞ്ഞത്? ആ മഹേഷ് തിരിച്ചു പോയിട്ടുണ്ട്, മറ്റുള്ളവർ പിന്നാലെ പാഞ്ഞിട്ടുണ്ട്. അമ്മ കരഞ്ഞോണ്ടൊക്കെയാണ് സംസാരിച്ചത്. മഹേഷ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകും. ഇതുവരെ മഹേഷും വീട്ടുകാരും ഹോസ്പിറ്റലിൽ എത്തിയിട്ടില്ല. ആ 2 പിള്ളേർ മാത്രമേ ഉള്ളൂ. 2-1 അമ്മയോ കുഞ്ഞോ 2-1 കിട്ടിയ അത്രയും ഭാഗ്യം എന്നും പറഞ്ഞ് മഞ്ജിമ മനസ്സിലോർക്കുക. അവളൊന്ന് സുഖിക്കട്ടേന്ന് കുറച്ച് നേരത്തേന്. എന്തായാലും രചന ചോദിച്ചു, എടി എന്താ ശരിക്കുള്ള സംഭവം പറ. ആ ശരിക്കുള്ളത് എന്താണെന്ന് അറിയത്തില്ല, നീ ഹോസ്പിറ്റലിലേക്കൊന്ന് ചെല്ലുന്നേ, ഇനിയുള്ള ഓരോ കാര്യങ്ങളും ഒന്നും വിശദമായിട്ട് പറഞ്ഞു തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. നീ സന്തോഷിക്കടി, സന്തോഷിക്ക്. അല്ല ഹോസ്പിറ്റലിൽ പോയിട്ട് ന്യൂസ് കൊടുക്കാൻ ഞാനെന്താ അവളുടെ ന്യൂസ് റിപ്പോർട്ടറോ? എന്തായാലും രചന ആകാശിനോട് ഭയങ്കര സന്തോഷത്തോടെ പറയാം, ഇഷിതയും കുഞ്ഞും ഒന്നിച്ച് തീരും. അതെ, മഞ്ജിമ പറയുന്നത് വിശ്വസിക്കാനും മാത്രം മണ്ടനല്ല ഞാൻ. അവളെ ഇല്ലാത്ത കാര്യമായിരിക്കും പറയുന്നത്. അതല്ല, പ്രഗ്നൻസി സമയത്ത് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നതാണ്. മഞ്ജിമ വെറുതെ പറഞ്ഞൊന്നും അല്ല, അവളുടെ കൊച്ചിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കും, നീ നോക്കിക്കോ. അപ്പോൾ ആകാശ് അങ്ങനെയാണോ ആഗ്രഹിക്കുന്നത്? അല്ല, ഇഷിതയും കുഞ്ഞും നഷ്ടമായാൽ ആകാശിന് മഹേഷ് ഒരു പ്രതിയോഗിയെ ഇല്ലാതാകും. ദുഃഖാചരണം കഴിഞ്ഞേ മഹേഷ് ഇഷിതയൊക്കെ പോയി കഴിഞ്ഞാൽ ദുഃഖാചരണം കഴിഞ്ഞ് മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ആകാശിനെ അതുപോലെ അവൻ്റെ കുടുംബത്തെ വേരോടെ പിഴുതെറിയണം. അതിന് ഞാൻ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത് അവന് ജനിക്കാൻ പോകുന്ന അവൻ്റെ കുഞ്ഞ്. അതിന് ഞാൻ ജീവനോടെ തന്നെ ഉണ്ടാവും. അത് ആ കുഞ്ഞും ജീവനോടെ തന്നെ ഉണ്ടാവണം. നീ പ്രാർത്ഥിച്ചോ. ഇതേ സമയമുണ്ടല്ലോ. എന്നിട്ട് മഹേഷ് ആകാശ് അങ്ങ് പോവുകയാണ്. അപ്പോഴേക്കും രചന മനസ്സിലോർക്കുക, മഹേഷിനെതിരെ ഒരു വിരൽ അനക്കാൻ പറ്റാത്തവനാണ് ഇപ്പോൾ വലിയ വിളിച്ചിട്ട് പോകുന്നത്. ആ കുഞ്ഞിൻ്റെ ജാതകം അറിയാൻ നീ നോക്കിക്കോ. ഇനിയുള്ള കാലം കാത്തിരിക്കും. മഞ്ജിമ പറഞ്ഞത് തന്നെ സംഭവിക്കും. 2ാം ഭാര്യയും കുഞ്ഞിനെയും മഹേഷിന് നഷ്ടപ്പെടാൻ പോവുക. 2 മക്കളുണ്ടായിട്ടും 3ാമതൊരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച ഇത് ദൈവം കൊടുത്ത ശിക്ഷ തന്നെയാണ് എന്നൊക്കെ രചന ആലോചിക്കുക. അപ്പോഴേക്കും മഹേഷ് ഓടിപ്പാഞ്ഞു വന്നു കേട്ടോ. ഡോക്ടർ ദേവിയുടെ അരിയിലേക്ക്. ഇഷിതയുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു. മഹേഷ് ഇരിക്കുക, അവസ്ഥ എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും എന്തവസ്ഥ? ആ അവസ്ഥയൊക്കെ ഇഷിത പിന്നിട്ടില്ലേ? ഇഷിത പ്രസവിച്ചു. ഇത് കേട്ട് മഹേഷ് ഞെട്ടിട്ടോ. ഞെട്ടുമല്ല, സന്തോഷത്തോടെ ഞെട്ടി. അതെ, ആർക്കും ഒരു ടെൻഷൻ ഉണ്ടാക്കാതെ സുഖപ്രസവം തന്നെയായിരുന്നു ഇഷിതയ്ക്ക്. എൻ്റെ വിശ്വാസമായില്ലേ? വിശ്വാസമായി മാഡം.
ആദ്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുമെന്നൊക്കെ എനിക്ക് തോന്നിയത്. അതിൻ്റെ ടെൻഷനിലാണ് ഞാൻ മഹേഷിനെ വിളിച്ചത്. പക്ഷേ എല്ലാം അനുകൂലമായി വന്നു. നോർമൽ ഡെലിവറി ആയിരുന്നു. നിങ്ങൾക്ക് ജനിച്ചത് ഒരു പെൺകുഞ്ഞാണ്. മനസ്സിലായോ? ഇഷിത് സുഖമായിട്ടിരിക്കുന്നോ? കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നോ? എനിക്ക് കാണാൻ പറ്റുമോ? അതിനിപ്പോൾ എന്താ, മഹേഷിൻ്റെ മക്കൾ പുറത്തിരിപ്പുണ്ട്. എൻ്റെ മക്കൾ ലേബർ റൂമിൻ്റെ മുന്നിലിരിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അവരെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് തകർന്നു പോയി. വേഗം പറഞ്ഞ ഡേറ്റ് ആവാത്തതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിലേക്ക് പോയത്. ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നതൊക്കെ സാധാരണ. മഹേഷിൻ്റെ മക്കളെ ഞാൻ സമ്മതിച്ചു തന്നു കേട്ടോ. പ്രത്യേകിച്ച് മകൻ കാണിച്ച ധൈര്യം, മുതിർന്ന ഒരാളുടെ പെരുമാറ്റമായിരുന്നു. അമ്മയെ ലേബർ റൂമിലേക്ക് അയച്ചിട്ട് അനിയത്തെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം മാഡം. ശരി. മഹേഷിനെ കാണാനായിട്ട് ഇഷിതയെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഈശ്വരയ്ക്കരികിലേക്ക് വന്നു മഹേഷ്. കണ്ണടച്ച് കിടക്കുന്ന ഈശ്വരയെ പതുക്കെ വിളിച്ചു. മയങ്ങി കിടക്കുന്ന ഈശ്വര മഹേഷിൻ്റെ വിളി കേട്ട് കണ്ണ് തുറന്നു. എഴുന്നേറ്റില്ല, ഉണർന്നു പുഞ്ചിരിയോടെ മഹേഷ് ആഗ്രഹിച്ചതുപോലെ മോള എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഞാൻ ഈശ്വരിയോട് ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് ഞാനൊരു വാക്ക് തന്നില്ലേ മഹേഷിന്? മഹേഷിൻ്റെ കുഞ്ഞിനെ മഹേഷിൻ്റെ കൈകളിൽ വെച്ച് തരുന്ന ഞാൻ ആ വാക്ക് പാലിക്കുകയാണ്. ഇതാ കുഞ്ഞിനെ വാങ്ങിച്ചോളൂ. അങ്ങനെ കുഞ്ഞിനെ മഹേഷിനെ കൈമാറുകയാണ്. എനിക്കിത് മറക്കാൻ കഴിയാത്തൊരു നിമിഷമാണ് മഹേഷ്. എല്ലാവരും എന്നെ സംശയത്തോടെ കണ്ടപ്പോൾ മഹേഷ് എന്നെ വിശ്വസിച്ചു. എത്ര പറഞ്ഞാലും തീരാത്ത നന്ദി എനിക്ക് മഹേഷിനോടുണ്ട്. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു, നന്ദി പറയേണ്ടത് ഞാൻ മേഡത്തോടല്ലേ? അന്ന് മുതൽ ഇന്ന് വരെ മേഡം കൂടെ നിന്നില്ലേ? ശരി, നിങ്ങൾ സംസാരിക്കുക. ശരി ഇഷിത എന്നും പറഞ്ഞുകൊണ്ട് ദേവിക അങ്ങ് പോയി. അവർ നിർബന്ധിച്ചതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ അമ്പലത്തിലേക്ക് പോവില്ലായിരുന്നു എന്ന് മഹേഷ് ഇഷിതയോട് പറയാണ്. അതിനെന്താ, മക്കൾ രണ്ടുപേരും എൻ്റെ ഏറ്റവും ബലം ഉണ്ടായിരുന്നു. ഏതൊരമ്മയ്ക്കും അച്ഛൻ്റെ ഭാവത്തിൽ സ്നേഹമുള്ളൊരു മകനുണ്ടാകുന്നത് ആശ്വാസമല്ലേ? എനിക്കും ദൈവം ഒരു മകനെ തന്നു എന്ന് ഇഷിത പറയാം. അപ്പോഴേക്കും കുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞു, മോള് കണ്ണു തുറന്ന് ഡാഡിയെ നോക്കുന്നില്ലല്ലോ. അപ്പോൾ ഇഷിത പറഞ്ഞു, ഡാഡിയല്ല അച്ഛൻ, അത് മതി. ആണോ? എന്നാൽ അത് മതി. അച്ഛ എന്നുള്ള വിളി കേൾക്കുന്നതിനപ്പുറം എന്ത് സന്തോഷമാണ് ഉള്ളത്. അപ്പം ഇഷിത ചോദിച്ചു, എല്ലാവരും എത്തിയോ? ഡോക്ടർ ദേവികയുടെ കോൾ വരുമ്പോൾ ഞാൻ ക്ഷേത്രത്തിന് പുറത്തായിരുന്നു. അച്ഛനും അമ്മയും മാഷും പൂജകളും വഴിപാടൊക്കെ ആയിട്ട് ക്ഷേത്രത്തിനകത്തായിരുന്നു. അച്ഛനെ ഫോണിൽ കിട്ടിയപ്പോൾ ഞാൻ വിവരം പറഞ്ഞ് കാറും എടുത്ത് പാഞ്ഞതാ. അവർ പിന്നാലെ വരുന്നുണ്ട്. ക്ഷേത്രത്തിൽ പോയെത്തിയ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് സുഖപ്രസവമായത്. മഹേഷ് എന്തായാലും മക്കളെ വിളിക്കുക, അവർ കാണട്ടെ കുഞ്ഞാവയെ. അപ്പോഴേക്കും എല്ലാവരും വരും. മഹേഷ് കുഞ്ഞാവയെ കാണിച്ചിട്ട് വാ. കുഞ്ഞാവേ അവിടെ ചെല്ലുമ്പോൾ കണ്ണ് തുറന്നോണം, ചേച്ചിയും ചേട്ടനെ നിനക്കാണാൻ കാത്തിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോവാണ്. ഇഷിത ഒരു കുഴപ്പമില്ലാതെ പ്രസവിച്ച് അറിഞ്ഞ് കലിതുള്ളിയിരിക്കുകയാണ് നമ്മുടെ രചന. അപ്പോഴേക്കും മഹേഷ് ഇറങ്ങി വന്നു കേട്ടോ. മഹേഷ് അല്ല, ആകാശ് ഇറങ്ങി വന്നു രചനയ്ക്കരികിലേക്ക്. നിനക്ക് സഹിക്കാൻ പറ്റുന്നത് എനിക്കറിയാം. എന്ത് ചെയ്യാനാ? മഹേഷ് വീണ്ടും ഒരു കുഞ്ഞിൻ്റെ അച്ഛനായി, അതും ഒരു പെൺകുഞ്ഞ്. ആദിയും ചിപ്പിയും ഇഷിത ആരാണെന്ന് അറിയാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പം നോക്കിക്കോ, ചിപ്പിയെ അവൾ വെറുക്കും. അങ്ങനൊന്നും സംഭവിക്കില്ല. നിന്നെ ഒരു പടി താഴെ നിർത്തേണ്ടത് ഇഷിതയുടെ ആവശ്യമാണ്. ആദിയും ചിപ്പിയും നിൻ്റെ അടുത്തെത്താൻ ഒരവസരവും അവൾ ഉണ്ടാക്കില്ല. ഇഷിത നിൻ്റെ മക്കളോട് കൂടുതൽ സ്നേഹം കാണിക്കാൻ പോകുന്നത് ഇനിയാണ്. അല്ല, മഞ്ജിമ വിളിച്ച് എന്തൊക്കെ കള്ളാ പറഞ്ഞത്? അമ്മയോ കുഞ്ഞോ എന്ന സ്ഥിതിയാണെന്ന് അത്രേ. മനസ്സ് തുറന്ന് വെറുതെ സന്തോഷിച്ചു. എടി മഞ്ജിമയെ, നീ അല്ലാതെ ആര് വിശ്വസിക്കാനാ? നിന്നെ സുഖിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാൻ അവൾ കരുതി കാണും. അവളെ ഞാൻ വിശ്വസിക്കാത്തതിലുള്ള കാരണം ഇപ്പം നിനക്ക് മനസ്സിലായോ? അവളൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇഷിതയുടെ ഗർഭം കലക്കാമായിരുന്നു. എന്നാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയല്ലോ. മഹേഷിനോട് ഏറ്റുമുട്ടി എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നില്ല ഇനി മഹേഷിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന്. എനിക്ക് നഷ്ടപ്പെട്ടു എല്ലാം എന്നൊക്കെ രചന പറഞ്ഞപ്പോൾ, നീ നിരാശപ്പെടലേ, ഒരു ദിവസം നിനക്കും വരും. ജയം ഒരാൾക്ക് മാത്രമല്ല. എന്ത് കണ്ടിട്ട് ആകാശ് ഇപ്പോഴും ഇത് തന്നെ പറയുന്നത്? ഇങ്ങനെ സമാധാനിച്ചിരിക്കാൻ ആകാശിന് മാത്രമേ പറ്റുള്ളൂ. ഒളിഞ്ഞും തെളിഞ്ഞും മഹേഷിനെതിരെ ആകാശ് എന്തൊക്കെ ചെയ്തു. മഹേഷിൻ്റെ ബിസിനസ് തകർക്കാൻ ശ്രമിച്ചു. മഹേഷിൻ്റെ അനിയനെ കേസിൽ കുടുക്കി അകത്തിട്ടു. ഇതൊന്നും മഹേഷിനൊരു പ്രശ്നമായിരുന്നില്ല. ആദ്യം കൂടെ നിർത്താൻ പോലും ആകാശിന് കഴിഞ്ഞില്ല. ആകാശിൻ്റെ പെരുമാറ്റം സഹിക്കാൻ വയ്യാതെയാണ് പോയത്. പിന്നെ അവൻ്റെ ഡാഡിയുടെ മഹത്വം പറഞ്ഞ് എന്നെ തർജ്ജമ ചെയ്യാൻ വന്നാൽ ഞാനത് കേട്ടോണ്ടിരിക്കുന്നതോ? മഹേഷിനെ അവൻ വാഴ്ത്തി പറയുമ്പോൾ തന്നെ അവൻ്റെ ചാഞ്ചാട്ടം തിരിച്ചറിയാൻ നിനക്ക് കഴിയാതെ പോയി. അവനെ ഞാൻ തോളിലിട്ട് നടന്നാലും അവൻ പോയേനെ. ഇത് ഞാൻ എന്നും പറയുന്ന പോലെയല്ല. കൃത്യമായ കണക്കുകൂട്ടലുകളോടെ ഞാനൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്.
എന്തായാലും നീ സങ്കടപ്പെടേണ്ട, മഹേഷിനെതിരെയുള്ള അവസാനത്തെ കളി ഞാൻ തുടങ്ങാൻ പോവുകയാണ്. എൻ്റെ അവസാനത്തെ കളിയായിട്ട് തന്നെ നീ ഇത് കൂട്ടിക്കോ. മഹേഷിനെതിരെയുള്ള അവസാനത്തെ കളി. ഇതിൽ ആകാശ് മേനോൻ തോറ്റുപോയാൽ പിന്നെ മഹേഷിനെതിരെ ഒന്നിനും പോവില്ല. മഹേഷിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പരസ്യമായിട്ട് സമ്മതിക്കും. ഒന്നും ചിന്തിക്കാതെ ഞാൻ ഇങ്ങനെയൊന്നും പറയില്ല എന്ന കാര്യം നീ മനസ്സിലാക്കിക്കോ. അപ്പോൾ ഇപ്പോഴും ആകാശിൻ്റെ മനസ്സിൽ എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. സുമിതയ്ക്ക് എന്തൊക്കെയോ സൂചനകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രചന. അപ്പോഴേക്കും ആകാശം അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സി ഓക്കെ, താങ്ക് യു.